ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തുന്ന ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ അരങ്ങേറുന്നത്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു വൻ ലയനത്തിൻ്റെയോ അതോ അപ്രതീക്ഷിത കൂറുമാറ്റത്തിൻ്റെയോ സാധ്യതകളിലേക്കാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള വാർത്തകൾ വിരൽ ചൂണ്ടുന്നത്. ഒരു വശത്ത് കോൺഗ്രസ് വിരിച്ച വലയിൽ വീണ് NCP ശരത് പവാർ വിഭാഗം കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുമെന്ന സൂചനകൾ ശക്തമാകുമ്പോൾ, മറുവശത്ത് മകൾ സുപ്രിയ സുലെയെ മുൻനിർത്തി സോണിയാഗാന്ധിക്ക് മുന്നിൽ നരേന്ദ്രമോദിയും BJPയും കടുത്ത പ്രതിരോധം തീർക്കുന്നു എന്ന തരത്തിലാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ പുറത്തുവരുന്നത്. ഒരേ സമയം കോൺഗ്രസുമായും BJPയുമായും ചർച്ചകൾ നടത്തി തൻ്റെ രാഷ്ട്രീയ വിലപേശൽ ശക്തി പരമാവധി വർദ്ധിപ്പിക്കാനാണ് 85-കാരനായ രാഷ്ട്രീയ ചാണക്യൻ ശരത് പവാർ ശ്രമിക്കുന്നത്. 1999 സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് NCP രൂപീകരിച്ച ശരത് പവാർ കാൽനൂറ്റാണ്ടിന് ശേഷം വീണ്ടും മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയ് വഡേത്തറിവാണ്. ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ ലയന ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് വിഭാഗം തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളിലുണ്ടായ അപ്രതീക്ഷിത പിളർപ്പുകൾ തന്നെയാണ് നിലവിൽ 8 MPമാരും 10 MLAമാരുമുള്ള ശരത് പവാർ വിഭാഗത്തെ ഈ ഒരു ലയന ചിന്തയിലേക്ക് നയിച്ചത്. അതിനൊപ്പം 85 വയസ്സ് പിന്നിട്ട ശരത് പവാറിനെ അലട്ടുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും തന്റെ കാലശേഷം പാർട്ടി വീണ്ടും പിളരുമോ എന്ന ഭയവും കോൺഗ്രസ് ലയനത്തിന് വേഗത കൂട്ടി. എന്നാൽ ഈ ലയന വാർത്തകൾ പുറത്തു വന്നതോടെ കളി മാറിമറിഞ്ഞു. പ്രതിപക്ഷ നിരയെ ശക്തമാക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വലവിരിച്ചപ്പോൾ BJP അണിയറയിൽ മറ്റൊരു നീക്കവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. NCP കോൺഗ്രസിൽ ലയിക്കുന്നത് തടയാൻ BJPയുടെ ഉന്നത നേതാക്കൾ നേരിട്ട് ശരത് പവാറുമായി ബന്ധപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പവാറിന്റെ പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകളെയാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ NCPയുടെ ആകെയുള്ള 8 MPമാരിൽ 5 പേരും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിൽ ലയിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പുള്ളവരാണ്. ഇവർക്ക് NDA സഖ്യത്തിൽ ചേരാനാണ് താല്പര്യം. മുൻപ് പാർട്ടി പിളർത്തി NDA പാളയത്തിലെത്തിയ അജിത് പവാർ കഴിഞ്ഞ ജനുവരിയിലുണ്ടായ അപ്രതീക്ഷിത വിമാനാപകടത്തിൽ മരണപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇരുവിഭാഗങ്ങളും ഇതിനകം തന്നെ ഒന്നായി NDAയുടെ ഭാഗമായിരുന്നു എന്നാണ് ഈ 5 MPമാരും ചൂണ്ടിക്കാണിക്കുന്നത്. അജിത് പവാറിന്റെ മരണത്തോടെ ഒത്തുതീർപ്പ് സാധ്യതകൾ അടഞ്ഞുവെങ്കിലും BJPയുമായി കൈകോർക്കണമെന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളുമുള്ളത്. എന്നാൽ ശരത് പവാറിന്റെ മകളും MPയുമായ സുപ്രിയ സുലെയ്ക്ക് കോൺഗ്രസുമായി ലയിക്കാനാണ് പൂർണ്ണ താല്പര്യം. മകളുടെ രാഷ്ട്രീയ ഭാവിക്കായി കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്കൊരുങ്ങുന്ന പവാറിന് മുന്നിലേക്ക് BJPയും വലിയ വാഗ്ദാനങ്ങൾ വെച്ചു നീട്ടുന്നുണ്ട്. മകൾ സുപ്രിയ സുലെയ്ക്ക് കേന്ദ്രത്തിൽ നിർണായക പദവിയും മറ്റു നേതാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യവും നൽകാമെന്നാണ് BJPയുടെ ഓഫർ. മഹാരാഷ്ട്രയിലെ പാർട്ടി നേതാക്കളുമായി അന്തിമ ചർച്ച പൂർത്തിയാക്കിയ ശേഷമേ പവാർ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഔദ്യോഗിക ചർച്ച നടത്തുകയുള്ളൂ. മകൾക്ക് ഇരുപക്ഷത്തു നിന്നും ലഭിക്കുന്ന പദവികളും സുരക്ഷിതത്വവും നോക്കി ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാനാണ് പവാർ ശ്രമിക്കുന്നത്. കോൺഗ്രസ് വിരിച്ച വലയിൽ പവാർ വീഴുമോ അതോ മകളെ മുൻനിർത്തി സോണിയയ്ക്ക് മുന്നിൽ മോദി നടത്തുന്ന ഈ തന്ത്രപരമായ നീക്കം വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റാൻ പോന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളുടെ അന്തിമ ഫലം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.